പുരോഹിതനാകാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ തൻ്റെ പ്രിയ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മ പറഞ്ഞു, മകനെ, 2 മാസം കഴിഞ്ഞാ എൻ്റെ മോൻ ആരാന്ന വിചാരം? നീ ക്രിസ്തുവിൻ്റെ പുരോഹിതനാ. 2 മാസം കഴിഞ്ഞാൽ നീ അച്ഛനാകും. നീ നിന്റെ ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ച് വല്ലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ കുട്ടിയെ? നീ ആരാന്നാ നീ വിചാരിക്കുന്നത്? നീ ആകാശത്തേക്ക് കരമുയർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. നീ കാസയുടെയും പീലാസയുടെയും മുകളിൽ കൈ കമഴ്ത്തി പിടിക്കുമ്പോൾ അതിലുള്ള വീഞ്ഞും അപ്പവും എൻ്റെ ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായിട്ട് പരിണമിക്കും. നീ ആശീർവദിക്കുമ്പോൾ വിവാഹം, നീ ആശീർവദിക്കുമ്പോൾ പാപമോചനം, നീ ആശീർവദിക്കുമ്പോൾ രോഗീലേപനം, നീ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. എൻ്റെ മോൻ ആരാന്നാ വിചാരം? 2 മാസം കൂടി കഴിഞ്ഞാൽ നിന്റെ അത്രയും മഹത്തമമായ ജീവിതം വേറെ ആർക്കുമില്ലട്ടോ എൻ്റെ കുട്ടാ. ഒരമ്മ തൻ്റെ മകനെ അനുഗ്രഹിച്ച് പൗരോഹിത്യത്തിലേക്ക് യാത്രയാക്കുന്ന വാക്കുകളാണിവ. എത്രയോ ശ്രേഷ്ഠമായൊരു വിളിയാണിത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ, പ്രാർത്ഥനകളെ നെഞ്ചിലേറ്റുന്നവനാണൊരു പുരോഹിതൻ. അദ്ദേഹത്തിന് ജീവിത വഴിയിൽ ഒന്ന് കാലിടറിയാൽ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല, മാധ്യമ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ പ്രാർത്ഥന കൊണ്ട് നാം അവരെ ചേർത്ത് പിടിക്കണം. ജപമാലയിൽ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ഓരോ രഹസ്യത്തിലൂടെയും നമ്മൾ പറയുമ്പോൾ സഭ മുഴുവനും വേണ്ടിയാണല്ലോ അമ്മ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന കർത്താവിൻ്റെ വചനമോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ജീവൻ കൊടുത്തു വളർത്തിയ നിന്റെ സഭയെ, നിന്റെ പുരോഹിതരെ, നിന്റെ സന്യസ്തരെ പ്രാർത്ഥന കൊണ്ട് പൊതിയാൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. പരിശുദ്ധ അമ്മേ, നിന്നോടൊപ്പം ഞങ്ങളും ഇതാ ചേരുന്നു, സഭയ്ക്ക് വേണ്ടി കൈവിരിക്കാൻ. കുറവുകളുണ്ടാകുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അമ്മ വഴിയായി പ്രാർത്ഥിക്കുന്നു.